ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ് സീരീസ് അങ്ങനെ 30 ദിവസത്തിലെത്തിയിരിക്കുകയാണ്. ഇന്നും രാത്രി പരിപാടികളുള്ളതുകൊണ്ട് പകൽ വീഡിയോകളൊന്നും തന്നെ എടുത്തില്ല. ന്യൂ ഇയർ വരെ ഇനി രാത്രി എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. വൈകിട്ടായപ്പോൾ ജിമ്മിലേക്ക് പോയി. രാത്രി ദേശീയതലപ്പിലുണ്ട് വിടുന്നു. അതിന്റെ അണിയൊരുക്കും. ജിമ്മിലെത്തി വർക്കൗട്ട് തുടങ്ങി. ഇന്ന് പുഷ് ഡേ ആണ്. വാമപ്പ് ചെയ്തിട്ട് ആദ്യം തന്നെ ഷോൾഡർ പ്രസ് ചെയ്തു. അതിനുശേഷം പ്ലേറ്റ് വെച്ച് 3 സെറ്റ് ഫ്രണ്ട് റൈസ്, പിന്നെ 3 സെറ്റ് സൈഡ് റൈസ്. ഷോൾഡറും ചെസ്റ്റും ഒക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. പമ്പ് ആകുന്നത് കാണാൻ പറ്റും. ഷോൾഡർ കഴിഞ്ഞെടുത്തത് ചെസ്റ്റ്. ആദ്യം ബെഞ്ച് പ്രസ് ചെയ്തു. ഫസ്റ്റ് സെറ്റ് 20 കിലോ, സെക്കൻഡ് സെറ്റ് 30 കിലോ ആൻഡ് തേർഡ് സെറ്റ് 40 കിലോ. കണ്ണൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് മൂന്നാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആക്കിയത്. അത് കഴിഞ്ഞ് ഫ്ലൈസും ചെയ്ത് ട്രൈസും ചെയ്ത് വീട്ടിലേക്ക് പോയി. ചെണ്ടയും താലവും ഒക്കെ ആയിട്ട് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെണ്ട കൊട്ട് കേൾക്കാൻ തുടങ്ങി. ചെണ്ട കൊട്ട് വെടിക്കൊട്ടൊക്കെ കേട്ടാൽ പിന്നെ നമ്മുടെ ആൾ വാനിഷാവും. ആളെ കാണാനിട്ട് തപ്പി ചെന്നപ്പോൾ ദേ കിടക്കണം വിളിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. DJ ഇതൊക്കെ കണ്ടപ്പോൾ ഇത് താലപ്പൊലി തന്നെ അല്ലേ എന്നൊരു സംശയം ഉടലെടുത്തെങ്കിലും നാടോടുമ്പോൾ നടുവേ ഓടുന്നതാവും എന്ന് കരുതിയ സംശയത്തെ അങ്ങ് ഇല്ലാണ്ടാക്കി. എന്തായാലും സംഭവം കൊള്ളാം, കളറായിട്ടുണ്ട്. താലിറങ്ങിയപ്പോൾ പടക്കാൻ പൊട്ടാൻ തുടങ്ങി. ലോബ് ഇപ്പോൾ പറക്കുന്നുണ്ടാവും. താലപ്പൊലി കലക്കി. ദേശീയതാലപ്പൊലി ഇത്രക്ക് കളറാവുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഇതാണ് ഗരുഡൻ. തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമാണ്. ഹനുമാൻ കഴിഞ്ഞിട്ട് റണ്ണിറ്റപ്പ് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം എക്സ്പോഷർ കിട്ടിയായിരുന്നു ഇതിന്. ഇനി നമ്മുടെ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടെ എക്സ്പോഷർ കിട്ടും. ഏത് ഇതിൻ്റെ അടവുകളും ചുവടുകളും ഒക്കെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു അരങ്ങാണ്. ഇതിൽ നിന്ന് വെളിച്ചം മാത്രമല്ല കേട്ടോ, പുക നിറച്ച കുമിളകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഹൈടെക്. ഓ, പോപ്പറും ഉണ്ട് ഇതിൽ. എന്തൊക്കെയാണ് ഈ കൊച്ചു വണ്ടിയിൽ നടക്കണേ? ഈ ബ്ലൂ ടീഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് സേതുണ്ണൻ. ആള് പ്രൈം വോളി ചാമ്പ്യന്മാരായ ടീമിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ആണ്. പ്രൈം വോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവണമെന്നില്ല. വോളിബോളിലെ ISL അതാണ് സംഭവം. പിള്ളേരൊക്കെ നല്ല കിടിലം തുള്ളൽ, മേളവും കൊള്ളാം. താലപ്പൊലി ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഉത്സവത്തിന്റെ ഓളം എന്തായിരിക്കും? താലപ്പൊലി അങ്ങനെ അമ്പലത്തിൽ കയറി. ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. സമയം 12 കഴിഞ്ഞിട്ടും പരിപാടിയൊന്നും തീർന്നില്ല. എല്ലാവരും തിമിർത്തുകൊണ്ടേയിരുന്നു. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.